ഈമാന്റെ ഇസ്തിലാഹിയ ശറഈയ അനുസരിച്ച് രണ്ട് ഫിർഖത്ത് നമ്മൾ പറഞ്ഞു. അൽ ഫിർഖത്തു സാലിസ, മൂന്നാമത്തെ ഫിർഖത്ത്. ഖാലു, അവർ പറയുന്നു, ഇന്നൽ ഈമാന അമൽ ഖൽബി വൽ ലിസാനുമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിൻ്റെയും നാവിൻ്റെയും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഈമാൻ. ഇതാണ് മൂന്നാം വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഐ ഫിൽ ഈമാനി ഇസ്ലാലി, സുബന്ധിതമായ ഈമാൻ, തെളിവിനാൽ സുബന്ധിതമായി തീർന്ന ഈമാൻ, അത് സംഗതമാകണമെങ്കിൽ അതെന്താണ്? അൽ ഈമാൻ എന്ന് വെച്ചാൽ അമലുൽ ഖൽബി വൽ ലിസാൻ ദൂനല്ലദീ ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി. അത് പിന്നെ പറയുന്നത് റബ്ബിൻ്റെയും അടിമയുടെ ഇടയിലുള്ള ഈമാനല്ല. റബ്ബിൻ്റെയും അബ്ദിൻ്റെ ഇടയിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ടുള്ള അമൽ വന്നു, ലിസാൻ വന്നില്ലെങ്കിൽ എന്താവും? അല്ലാഹുവിൻ്റെ മിനൽ മുഅ്മിനാവും. പക്ഷേ ദുനിയവിയായ അഹ്കാമുകളിൽ മുഅ്മിൻ എന്ന സ്ഥാനം, ആ സ്ഥിതി, ഉത്തരവാദിത്തങ്ങൾ, അവകാശങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണം? നാവും കൂടെ വർക്ക് ചെയ്യണം. നാവ് കൊണ്ടത് മൊഴിയേണ്ടി വരും. അതാണ് അമലുൽ ഖൽബി വൽ ലിസാൻ എന്ന് പറയുന്നത്. ഫഖദ് ഇഖ്തലഫ ഹൗല അലാ അഖ്വാൽ. ഈ ഭാഗം പല അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിട്ട് പറഞ്ഞ് അതിൽ ആ വീർക്കിടലിനായിട്ടുണ്ട്. അല്ലവൽ, ഒന്നാമത്തേത് അന്നൽ ഈമാന ഇഖ്റാറും ബിൽ ലിസാൻ വ മഅരിഫത്തും ബിൽ ഖൽബ്. ഒരഭിപ്രായം പറയുന്നത് നാവ് കൊണ്ടുള്ള ഏറ്റു പറച്ചിലാണ് ഈമാൻ, പിന്നെ കൽബ് കൊണ്ടുള്ള അത് മനസ്സിലാക്കലുമാണ്. അവ കൗല് അബി ഹനീഫത്ത, ഇത് കൗല് അബി ഹനീഫ, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി കൗലാണ് ഈ പറയുന്നത്. പിന്നെ ആമത്തിൽ ഫുഖഹാക്കളിലെ പൊതുവെയുള്ള അഭിപ്രായം എന്താണ്? ഈമാൻ എന്ന് വെച്ചാൽ ഇഖ്റാറും ബിൽ ലിസാൻ വ മഅരിഫത്തും ബിൽ ഖൽബ് എന്നാണ്. ബാദിൽ മുത്തക്കല്ലിമീന, മുത്തക്കല്ലിമീങ്ങളായ പണ്ഡിതന്മാർ, അതായത് ആരുൽ അഖായിദ്, അഖീദയുടെ പണ്ഡിതന്മാർ, അവരിൽ ചിലരുടെ അഭിപ്രായം എന്താണ്? ഈ പറഞ്ഞ അഭിപ്രായമാണ്. അഥവാ ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഏറ്റു സമ്മതിക്കുക, മഅരിഫത്തും ബിൽ ഖൽബ്, കൽബ് കൊണ്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കുകയും ചെയ്യാം. അസ്സാനി, ഇവർ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ആയെന്ന് പറഞ്ഞല്ലോ. അതിൽ രണ്ടാമത്തെ അഭിപ്രായം അന്നൽ ഈമാന വ തസ്ദീഖു ബിൽ ഖൽബ്. അടുത്ത അഭിപ്രായം പറയുന്നത് കൽബ് കൊണ്ട് വാസ്തവമാക്കലാണ്. എന്താ അഭിപ്രായം? വൽ ലിസാൻ, പിന്നെന്താണ്? നാവ് കൊണ്ടും വാസ്തവമാക്കലിലേക്ക് നാവിനെ ചേർത്ത് പറയാം. മനസ്സിലായില്ലേ? കൽബ് എന്ന ഒരു അവയവത്തെ കൊണ്ട് വാസ്തവമാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? നാവ് കൊണ്ടും വാസ്തവമാക്കുക കേട്ടോ, മാൻ ഒരുമിച്ച്. കൗരു ബിഷറിൽ മുറൈസി എന്നവരുടെ കൗലാണ് ഈ അഭിപ്രായം. അബുൽ ഹസൻ അശ്ശരി എന്നിവരുടെ അഭിപ്രായം. അബുൽ ഹസൻ അശ്ശരി ഇമാം റഹ്മത്തുള്ളാഹി തആല എടുത്തിട്ട് ആദ്യ അഭിപ്രായം പറഞ്ഞു, കൽബിന്റെ പ്രവർത്തനം മാത്രമാണ്. ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അസ്സാലിസു, മൂന്നാമത്തെ അഭിപ്രായം അന്നൽ ഈമാന ഇഖ്റാറും ബിൽ ലിസാൻ. ഇത്ര ഇഖ്തിലാഫ് ഈ ഫിർഖത്തു സാലിസാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഏറ്റു സമ്മതിക്കലാണ്. അത് മാത്രം പോരാ, ഇഖ്ലാസും ബിൽ ഖൽബി, കൽബ് കൊണ്ട് നിഷ്കളങ്കമായത് ഉൾക്കൊള്ളലുമാണ്. ചില ഈ ഈ ഭാഷാപരമായ ചില വ്യത്യാസങ്ങൾ ചിലപ്പോൾ ആശയത്തിലേക്ക് ഒരു ഒന്നാവും. അത് ഫിർഖത്തു സാലിസിലെല്ലാം വിടാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പം കൽബ് കൊണ്ട് എന്ത് ചെയ്യുക? നിഷ്കളങ്കമായി അത് ഉൾക്കൊള്ളുകയും ചെയ്യുക. ഫൈൻ കുൽത്ത, അപ്പം നീ ചോദിച്ചാൽ മാ ഹഖീഖത്തുൽ മഅരിഫത്തി ഫിൽ ഖൽബി അലാ ഖൗലി അബീ ഹനീഫത്ത റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനെ കൗലനുസരിച്ച് അറിയുക എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അതിൻ്റെ മഅരിഫത്ത് എന്താണ്, ഹഖീഖത്ത് എന്താ എന്ന് ചോദിച്ചാൽ കുൽത്തു, അതിന് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ പറയും, ഫസ്സറുഹാ ബിശൈഇൻ, രണ്ട് വിഷയങ്ങളെ ഊന്നി എന്ത് ചെയ്തു? ഉലമാക്കൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട് ഈ മഹാനവറുകളുടെ അഭിപ്രായം. അല്ലവൂൽ, ഒന്നാമത്തേത് ബിൽ ഇഅ്തിഖാദിൽ ജാസിം, ഉറച്ച വിശ്വാസം. മഅരിഫത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം. അത് ചില ആളുകൾ പറയാറുണ്ട്, എന്താണ് ഇസ്ലാമാണ് ശരി എന്നൊക്കെ പറയും. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ, ഇല്ലേ? നോമ്പ് പിടിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? വിശ്വാസം വന്നിട്ടില്ല. അപ്പം അവിടെ പുറത്തു കൂടെ. അപ്പം മഅരിഫത്തുൽ ഖൽബ് എന്ന് അദ്ദേഹം പറഞ്ഞു, കൽബ് കൊണ്ട് മഅരിഫത്ത് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താ? അത് എന്താണ്? അൽ ഇഅ്തിഖാദുൽ ജാസിം, ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സവാഉൻ കാന ഇഅ്തിഖാദൻ തഖ്ലീദിയൻ ഔ കാന ഇൽമൻ സ്വാദിറൻ അനി ദലീൽ. തെളിവിനെ തൊട്ട് എന്താണ് രൂപീകൃതമായ ഒരു അറിവായാലും സമമാണ്,
അല്ലെങ്കിൽ അനുകരണീയമായ വിശ്വാസമായാലും സമ്മതമാണ്. രണ്ട് രീതിയിലായാലും പറ്റും. മനസ്സിലായില്ലേ? ഏത്തിക്കാദൻ തക്കലീദ് അനുകരണിച്ച് ഒരു ആളെ അനുകരിച്ച് എന്ത് ചെയ്യുക, എന്നെ വിശ്വാസപരമായ കാര്യം നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്നത്. അശ്വരിമാവിനെ നമ്മൾ എന്ത് തക്കലീദ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, മാതുരീദ് മാമിനെ തക്കലീദ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തെ അനുകരിച്ച് അദ്ദേഹം അത് സംബന്ധമായി പ്രസ്താവിച്ചിട്ടുള്ള ആ പ്രസ്താവങ്ങളുടെ ചുവട് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വിശ്വാസത്തെ അടിയുറച്ച് വിശ്വസിക്കുന്നു. തെളിവുകളോ അദ്ദേഹത്തിന് ആ ആൾക്കിപ്പോൾ അറിയാതിരിക്കാം. തെളിവുകൾ അറിയാമെന്നുള്ള വിഷയമല്ല. ഈ വിശ്വാസം എന്ത് വേണം, അടിയുറച്ച്. അത് ഏത് സാധാരണക്കാരനും പറ്റും. അതാ പറഞ്ഞേ, ഈ അൽ എത്തിക്കാദ് ജാസിമ എന്നുള്ളത് എന്താണ്, തക്ലീദിയായ എത്തിക്കാദാവട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്യട്ടെ, ഇൽമൻ സ്വാദറൻ അനിദലി, തെളിവുകൾ നിരത്തി അദ്ദേഹം എന്ത് ചെയ്ത് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടൊരു ഇൽമിൽ ആ അറിവിനാൽ സുബന്ധിതമായ ഉറച്ച വിശ്വാസം, അങ്ങനെ ആയാലും മതി. അത് രണ്ട് നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ വ്യവച്ഛേദിച്ചിട്ടുണ്ട് കേട്ടോ. ഫഹുവൽ അക്സറു അൽ അസഹു. ഈ മഹാനവകളുടെ ഈ അഭിപ്രായത്തെ എന്താ മരിഫത്തുമ്പിൽ കൽബ എന്നതിനെ ഈ വിശദീകരിച്ചതിൽ ഏറ്റവും അസഹായ, ഏറ്റവും ധാരാളമായി വിശദീകരിക്കപ്പെട്ട അഭിപ്രായം ഈ അവലാണ്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ രണ്ട് അഭിപ്രായത്തിൽ അവലാണ് പറഞ്ഞ നമ്മൾ കേട്ടോ. വലിയാത അക്കമു ബിസിഹത്തി ഈമാനിൽ മുക്കല്ലിദ്. ഇക്കാരണം കൊണ്ട് തന്നെ ഉലമാക്കൾ എന്ത് ചെയ്തു, മുക്കല്ലിദിന്റെ ഈമാൻ എന്താണ്, സ്വഹീഹാണ്. തെളിവുകളുടെ അനുസൃതമായി ഇമാം കൊണ്ടാലേ ഇമാൻ ശരിയാവുള്ളൂ എന്നില്ല. മനസ്സിലായില്ലേ? മുക്കല്ലിദിന്റെ ഈമാൻ എന്താണ്, സഹിയാണ് എന്ന് ചെയ്തു അവർ വിധിച്ചു കേട്ടോ. ഹസാനി രണ്ട് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മരിബത്തുൽ ബിൽ കൽബ എന്നുള്ള അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അഭിപ്രായത്തെ തഫ്സീർ ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഒന്നാമത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഹസാനി രണ്ടാമത്തത് ബിൽ ഇൽമി സ്വാദിരി അനി ദലീൽ. മറ്റത് ഔട്ടായി. ഏതാ? ഏത്തിക്കാദ് തഖ്ലീദ് ഔട്ടായി. എന്താണ് അറിവ്? എന്താ അറിവ്? ദലീലിനാൽ ഉത്ഭൂതമായ അറിവാണ് മഹാനവർ ഉദ്ദേശിച്ചത്, മരിബത്തുൽ ബിൽ കൽബ് കൊണ്ട് ഉദ്ദേശിച്ചത്. അവൽ അക്കൽ. അഭിപ്രായം എന്താണ്, വളരെ കുറഞ്ഞ പേർക്കാണ് ഇങ്ങനെയാണ് ആരുടെ വിശദീകരിച്ചത്, അപരിയോമല്ല ഈ മരിബത്തുൽ ബിൽ കൽബിൻ തഫ്സീർ ഇങ്ങനെയാണെന്നുള്ള അഭിപ്രായം കുറഞ്ഞ അഭിപ്രായമാണ് കേട്ടോ. വലുതാദിക്കാം. ഇക്കാരണത്താൽ സാമു ഇങ്ങനെ പറഞ്ഞ അക്കല്ല് അവർ പറഞ്ഞു, വാദിച്ചു പറഞ്ഞു, അന്ന ഈമാൻ മുക്കല്ലിദിന്റെ ഈമാൻ, ഏതെങ്കിലും ഇമാമിനെ അനുകരിച്ചിട്ട് ഇമാൻ കൊണ്ടിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഇമാനാവുന്ന ഓരോ സഹി എന്തല്ല, ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.